നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. രാസപരിശോധനാ ഫലം വരെ കാത്തിരിക്കണമെന്ന് ഫോറൻസിക് വിദഗ്ധർ. മൃതദേഹം ഇന്ന് ആശുപത്രിയിൽ സൂക്ഷിക്കും. സംസ്കാരം നാളെ. മഹാസമാധി നടത്താൻ ഹൈന്ദവ സംഘടനകൾ. കഞ്ചിക്കോട് മദ്യനിർമ്മാണശാല അനുവദിച്ച മന്ത്രിസഭാ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ്. വിശദാംശങ്ങൾ സർക്കാർ വെളിപ്പെടുത്തണം. ഒരു കമ്പനിക്ക് മാത്രം അനുമതി നൽകിയതിന്റെ മാനദണ്ഡം എന്തെന്നും വി.ഡി. സതീശൻ. ബ്രൂവറിക്ക് അനുമതി നൽകിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ടെൻഡർ നൽകിയത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കെന്നും മന്ത്രി. വാഴ്ത്തുപാട്ട് കേട്ട് മുഖ്യമന്ത്രി പിണറായി സ്തുതി നിറഞ്ഞ പാട്ട് അവതരിപ്പിച്ചത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ചടങ്ങിൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ബലം നൽകുന്ന ഉത്തരവ് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റേത്. സുരക്ഷയ്ക്കായുള്ള പുതിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും 2 വീതം പ്രതിനിധികൾ. നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. കുത്തിയയാളെ കണ്ടെത്താനായില്ല. 6 കുത്തുകളേറ്റ സെയ്ഫ് അലി ഖാൻ മുംബൈ ലീലാവതി ആശുപത്രിയിൽ. നട്ടലിനേറ്റ പരിക്ക് ഗുരുതരം. സ്വർണ്ണവില 60,000-ലേക്ക്. പവന് 59,120 രൂപ. ഇന്ന് കൂടിയത് 400 രൂപ. വാർത്തയിലേക്ക് വിശദമായി. ഗോപൻ സ്വാമിയുടെ വിപുലമായ സമാധി ചടങ്ങുകൾ നാളെ നടക്കും. വൈകിട്ട് 3-നും 4-നും ഇടയിലാണ് ചടങ്ങ് നടക്കുക. മൃതദേഹം അതുവരെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മരണത്തിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം. വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദിലേക്ക് എത്താം. അതിനു മുൻപ് ഡാൻ കുര്യൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം വരുന്ന പ്രാഥമിക വിവരങ്ങൾ, ഇത് സ്വാഭാവിക മരണം തന്നെ എന്നതാണ്. എന്താണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്? ഇനി ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ എന്താണ് നാളെ നടക്കാനിരിക്കുന്ന ചടങ്ങ്? കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഈ കുടുംബത്തെ സംശയനിഴലിൽ നിർത്തിയ കാര്യത്തിലാണ് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിരാമം ആകുന്നത്. അവർ ഇപ്പോഴും പറയുന്നത് ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷമേ ഇനി ഒരു പ്രതികരണം നടത്തൂ എന്നാണ്. പൂജാരിയായിട്ടുള്ള മകനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മയുമൊക്കെ നമ്മളോട് അറിയിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതുപോലെ ശാന്തമായിട്ടല്ല അവർ ഇന്ന് പ്രതികരണങ്ങൾക്ക് ശ്രമിച്ചത്. വൈകാരികമായ തരത്തിലുള്ള സാഹചര്യങ്ങളായിരുന്നു ഈ വീട്ടിൽ നിലനിന്നിരുന്നത്. അതിനിടയിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികതകളൊന്നും മരണത്തിലില്ല എന്ന് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളടക്കം ഈ ആശുപത്രിയിലുള്ള ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോൾ നിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത്. നിംസ് ആശുപത്രിയിലായിരിക്കും മോർച്ചറിയിൽ വെച്ച്. അതിനുശേഷം നാളെ വൈകുന്നേരം മഹാസമാധിയായി ഇപ്പോൾ അദ്ദേഹത്തെ സംസ്കരിച്ചിരുന്ന സമാധിയായി അദ്ദേഹത്തെ വെച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ നാളെ മഹാസമാധിയായി എല്ലാ സംഘടനകളുടെയും പിന്തുണയോടെ സംസ്കാര ചടങ്ങുകൾ വിപുലമായി നടത്തുന്നതിന് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് വരുന്നതെന്നാണ് മനസ്സിലാകുന്നത്. കുടുംബം പോലും കൂടുതൽ പ്രതികരണം മറ്റ് രാസപരിശോധന വിവരങ്ങളൊക്കെ വന്നതിന് ശേഷമാകാം എന്ന് പറയുമ്പോൾ അതിന് കാത്തിരിക്കാതെ ഉള്ള ഒരുക്കങ്ങളാണോ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അങ്ങനെയല്ല. പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഇതിനോടകം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി ഈ പരിസരം മുഴുവൻ പരിശോധിച്ചിരുന്നു. അതിനുശേഷം അവിടെ നിന്നുള്ള മണ്ണും അവിടെ നിന്ന് കണ്ടെത്തിയ പൂജാവസ്തുക്കൾ, അതോടൊപ്പം ഈ മൃതദേഹം പൊതിഞ്ഞിരുന്ന തുണി, അദ്ദേഹം ഇത്തരം അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടാകുമ്പോൾ നടത്തുന്ന പരിശോധനകൾ അതെല്ലാം കൃത്യമായി നടത്തിയതിനു ശേഷമാണ് അതിൽ മുറിവുകളോ മരണത്തിലേക്ക് നയിക്കുന്ന ക്ഷതങ്ങളോ ഒന്നും ബാഹ്യമായി അദ്ദേഹത്തിന്റെ ശരീരത്തിലില്ല
എന്ന കണ്ടെത്തലുണ്ടാകുന്നത്. ഇനി വേണ്ടത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലമാണ്. അതുകൂടി വരുമ്പോഴേ ഇതിൽ ഒരു പൂർണ്ണത കൈവരിക്കുകയുള്ളൂ. പക്ഷേ ഇതിനോടകം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കുടുംബാംഗങ്ങൾ നെയ്യാറ്റിൻകര പോലീസിന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നൽകിയ മൊഴി ശരിവെക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ കിഴക്ക് ദിശയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു. ഇന്ന് രാവിലെ ഈ സമാധി സ്ഥലം പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കുമ്പോൾ ആ നിലയിലായിരുന്നു കാര്യങ്ങൾ. അത് അവർ ഈ മൊഴിയായി പോലീസിന് നൽകിയതും ഇതേ വിവരങ്ങൾ തന്നെയായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് ഇവിടുന്ന് ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെക്കുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതിനുശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെയും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികതകളൊന്നുമില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കുടുംബത്തെ മുഴുവൻ സംശയനിലയിൽ നിർത്തുന്ന ഒരു കാര്യത്തിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു വിരാമമാകുകയാണ്. അന്തിമ റിപ്പോർട്ട് വൈകാതെ തന്നെ പുറത്തു വരും. അപ്പോൾ മാത്രമേ അതിൽ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു സമാധി വിവാദത്തിന് തിരശ്ശീല വീഴുന്നു. നാളെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ മഹാസമാധി കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള പീഠത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വൈകാതെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പ്രാഥമിക വിവരമനുസരിച്ച് സ്വാഭാവിക മരണം എന്ന് തന്നെ കരുതുന്നു. ആ സാഹചര്യത്തിലാണ് മഹാസമാധി നടത്താൻ കുടുംബാംഗങ്ങളും ഹൈന്ദവ സംഘടനകളും ഒരുങ്ങുന്നത്. 3 സ്ലാബുകൾ ഇളക്കി മാറ്റിയാണ് മൃതദേഹം പുറത്തെടുത്തതെന്ന് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിന് സാക്ഷിയായ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി പുത്തനമ്പലം വാർഡ് കൌൺസിലർ ന്യൂസ് 18നോട് പറഞ്ഞു. കഴുത്തറ്റം പൊക്കത്തിൽ ഭസ്മവും കർപ്പൂരവും കൊണ്ട് നിറഞ്ഞിരുന്നു. വാ തുറന്നിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഗോപൻ സ്വാമിയുമായി 18 വർഷത്തെ ആത്മബന്ധമുണ്ടായിരുന്നുവെന്നും പ്രസന്നകുമാർ പറഞ്ഞു. സ്ലാബ് തട്ടി 4 സൈഡും തട്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമായിട്ട് ഇതിനെ സ്ലാബ് എടുത്ത് താഴെ വെച്ചു. മുകളിലത്തെ സ്ലാബ് ആ സ്ലാബ് എടുത്ത് വെക്കുമ്പോഴേക്കും ഞാനും ഈ കുഴിയിലേക്ക് എത്തി നോക്കിയായിരുന്നു. കുഴി ഇല്ല, ഈ കെട്ടി നോക്കിയായിരുന്നു. അപ്പോൾ കണ്ടത് തുണി പുതച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഭസ്മവും മറ്റു കാര്യങ്ങളും കഴുത്തിൻ്റെ അളവോളം ഉണ്ടായിരുന്നു. പിന്നെ സ്മെല്ല്, ഗന്ധം, കർപ്പൂരത്തിൻ്റെ ഗന്ധം കൂടി എനിക്ക് അനുഭവപ്പെട്ടു. അതായത് ഈ മൃതദേഹത്തിൽ നിന്ന് ഈ കർപ്പൂരം, ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു. വേറെ സുഗന്ധദ്രവ്യം എന്ന് പറയുന്നത് ഭസ്മം, വെള്ള കളറുള്ള ഭസ്മമാണ് ഞാൻ കാണുന്നത്. കണ്ണ് നീറ്റലുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി കർപ്പൂരത്തിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർപ്പൂരം അലിഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞ മൃതദേഹത്തിന് സംഭവിക്കേണ്ട ഒരു ജീർണാവസ്ഥയൊന്നും കണ്ടില്ല. കഴുത്തിന് മേളിൽ വാ തുറന്നിരിക്കുകയും ഈ തുറന്ന ഉടനെ ഈ മുകളിൽ കൂടി ഭസ്മമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്നത് കഴുത്തിന് കീഴെയാണ് കട്ടയ്ക്ക് കാണുന്നത്. മറ്റ് എനിക്ക് ആളിനെ നേരത്തെ അറിയാവുന്നുള്ളത് കൊണ്ട് ഇത് ഗോപൻ സ്വാമിയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ജില്ലാ ഭരണകൂടം നടപടികൾ വേഗത്തിലാക്കിയിരുന്നു. ഇന്നലെ രാത്രി തന്നെ സമാധി സ്ഥലം പൊളിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞു. പ്രതിഷേധങ്ങളുണ്ടാകാൻ ഇടയില്ലെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ പുലർച്ചെ ആരംഭിച്ചാൽ മതിയെന്ന തീരുമാനത്തിലേക്കൊടുവിൽ ജില്ലാ ഭരണകൂടം എത്തി. ആറാലും മൂടുന്ന കൊച്ചു ഗ്രാമം ഇന്ന് ഉറക്കമുണർന്നത് പോലീസിന്റെ കേസ് ഡയറിയിൽ ചരിത്രമായി മാറുന്ന ഒരു ദിനത്തിലേക്കാണ്. മുൻ നിശ്ചയിച്ച പ്രകാരം പുലർച്ചെ 5 മണിയോടെ നെയ്യാറ്റിൻകരയിലെ കൈലാസനാഥ ക്ഷേത്ര പരിസരവും ഗോപൻ സ്വാമിയുടെ വീടും സമാധി സ്ഥലവും പോലീസിന്റെ നിയന്ത്രണത്തിലായി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ സബ് കളക്ടർ OV ആൽഫ്രഡ് സ്ഥലത്ത്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം. പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള സംഘവും. 7:15 കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മുകൾ ഭാഗത്തെ കരിങ്കൽ സ്ലാബ് ഇളക്കിയതോടെ മൃതദേഹം അകത്തുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. തുടർന്ന് 2 വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബുകൾ കൂടി നീക്കി. ഭസ്മവും കർപ്പൂരവും ഉൾപ്പെടെയുള്ള പൂജാവസ്തുക്കൾ കൊണ്ട് നെഞ്ചുവരെയുള്ള ഭാഗം മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴിയിൽ പരാമർശിച്ചിരുന്നത് പോലെ കിഴക്ക് ദിശയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമി.
തുണികൊണ്ട് പൊതിഞ്ഞ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് വിധേയമാക്കി. പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഫോറൻസിക് സംഘവും അന്വേഷണ ഉദ്യോഗസ്ഥരും പുറത്തേക്ക്. 9:45 വിശദമായ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്ന് സബ് കളക്ടർ. പോലീസ് അറിയിക്കുന്നതായിരിക്കും. അതിന്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു പ്രോസസ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു മൃതദേഹം? ഇല്ല, അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് വഴി അറിയിക്കും. വീട്ടുകാരുടെ കൂടി സഹകരണത്തോടെയായിരുന്നു സ്ലാബ് പൊളിക്കൽ നടപടി? വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയും 2 പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ ആയിരുന്നു? നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം നിയമപരമായിട്ടായിരുന്നു. പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത്. മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാഥമികമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അല്ലേ? അത് പോലീസ് അറിയിക്കും. അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. കുടുംബത്തിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ സംഘടനകൾ പോലീസിന്റെ തുടർ നീക്കങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഗോപൻ സ്വാമിയുടെ ഭാര്യയെയും മക്കളെയും വീടിനുള്ളിൽ പോലീസ് വലയത്തിലാക്കിയതിനു ശേഷമായിരുന്നു സമാധി പൊളിക്കൽ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15-കാരൻ അടിച്ചുകൊന്നു. UP സ്വദേശി അങ്കിതാണ് ചുറ്റിക കൊണ്ട് അടിയേറ്റ് മരിച്ചത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർ ടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികളായ ഇരുവരും തമ്മിൽ ഇന്നലെ രാത്രി വലിയ തർക്കവും വെല്ലുവിളിയും നടന്നിരുന്നു. രാത്രിയിൽ തന്നെ ഇരുവരും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തെങ്കിലും ഇന്ന് രാവിലെ പല്ലു തേച്ചപ്പോൾ 15-കാരന് അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. ഇതേ തുടർന്നുണ്ടായ ദേഷ്യത്തിലാണ് ഓഫീസ് മുറിയിലിരുന്ന് ചുറ്റികയെടുത്ത് അങ്കിത്തിന്റെ തലക്കടിച്ചത്. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അങ്കിത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം തന്നെ കൊലപാതകത്തിന്റെ തുടർ നടപടികൾ നടക്കുമെന്ന് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചു. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. അതേസമയം നിയമപരമായി കെയർടേക്കർമാർക്ക് ഉത്തരവാദിത്തമില്ലെങ്കിലും അവരെയും ചോദ്യം ചെയ്യുമെന്നും കമ്മീഷണർ അറിയിച്ചു. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. അതേസമയം സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൃത്യം നടക്കുന്ന സമയത്ത് 2 കെയർടേക്കർമാർ ജോലിയിലുണ്ടായിരുന്നു. കെയർടേക്കർമാർ 2 പേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. UPയിൽ നിന്നും കേരളത്തിലെത്തി താമസമാക്കിയ കുട്ടിയാണ് മരിച്ചത്. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്. 1 മാസം മുൻപാണ് കൊല നടത്തിയ 15-കാരൻ ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. ന്യൂസ് 18 തൃശൂർ. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. മുംബൈയിലെ വീട്ടിൽ വെച്ചാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സെയ്ഫിനെ ന്യൂറോ സർജറിക്ക് വിധേയനാക്കി. സെയ്ഫിനെ കുത്തിയ പ്രതിയെ പിടികൂടാനായില്ല. മുംബൈ ബാന്ദ്രയിലെ സദ്ഗുരു ശരൺ അപ്പാർട്ട്മെന്റിൽ 12ാം നിലയിലെ വസതിയിൽ പുലർച്ചെ 2:30യോടെയാണ് സംഭവം. മക്കളുടെ മുറിക്ക് സമീപം വലിയ ശബ്ദം കേട്ടാണ് സെയ്ഫ് അലി ഖാൻ പുറത്തിറങ്ങിയത്. അപ്പോഴാണ് കത്തിയുമായി നിൽക്കുന്ന അജ്ഞാതനെ കണ്ടത്. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റവും പിടിവലിയുമായി. ഇതിനിടെയാണ് അജ്ഞാതൻ കത്തികൊണ്ട് സെയ്ഫ് അലി ഖാനെ കുത്തിയത്. ശരീരത്തിൽ 6 കുത്തേറ്റു. നട്ടെല്ലിന് സമീപവും കഴുത്തിലും ആഴത്തിലാണ് മുറിവ്. പ്രതിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരുന്നെങ്കിലും അവിടെ നിന്ന് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച സെയ്ഫ് അലി ഖാന് ന്യൂറോ സർജറിയും പ്ലാസ്റ്റിക് സർജറിയും നടത്തി. സംഭവം നടക്കുമ്പോൾ ഭാര്യ കരീന കപൂറും 2 കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് സെയ്ഫിന് കുത്തേറ്റതെന്ന് കരീന പറയുന്നു. ആരാധകർ ശാന്തരായിരിക്കണമെന്നും അഭ്യൂഹങ്ങൾ പരത്തരുതെന്നുമാണ് കരീനയുടെ അഭ്യർത്ഥന. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള അപ്പാർട്ട്മെന്റിൽ
പ്രതി എങ്ങനെ കടന്നു എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. ലോബിയിലെയും ലിഫ്റ്റിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ആരും കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ CCTV ദൃശ്യങ്ങളിലില്ല. പ്രതിയെ അപ്പാർട്ട്മെന്റിനുള്ളിൽ കടക്കാൻ ആരോ സഹായിച്ചെന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. സെയ്ഫ് അലിഖാന്റെ വീട്ടിലെ ജീവനക്കാരിയുടെ സഹായത്തോടെയാണ് ഇയാൾ അകത്ത് കടന്നതെന്ന് സംശയിക്കുന്നു. ജീവനക്കാരിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. മുംബൈ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 7 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. അപ്പാർട്ട്മെന്റിന് സമീപത്തെ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 മുംബൈ. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 52ആയി. കേസുകളുടെ എണ്ണം 31. വിദേശത്തുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് ഉടൻ ഇറക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 60 പേരാണ് കേസിലെ പ്രതികൾ. ഇതിൽ 52 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട, പന്തളം, ഇലവുംതിട്ട, മലയാളപ്പുഴ എന്നീ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 31 കേസുകളിലെ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇലവുംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 25 പ്രതികളാണുള്ളത്. ഇതിൽ 19 പേരെയും അറസ്റ്റ് ചെയ്തു. ഒരു പ്രതി പോക്സോ കേസിൽ ജയിലിലാണ്. മറ്റുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. പത്തനംതിട്ട സ്റ്റേഷനിലെടുത്ത 11 കേസുകളിൽ 2 പേർ ഒഴികെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രതികൾ വിദേശത്തായതിനാൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനാണ് തീരുമാനം. ഇനി പിടികൂടാനുള്ളത് 7 പ്രതികളെയാണ്. ഇവരെക്കുറിച്ച് വിവരം ലഭിച്ചതായി അന്വേഷണ സംഘം പറഞ്ഞു. വരും ദിവസങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. സ്കൂൾ കലോത്സവത്തിലെ റിപ്പോർട്ടിംഗിലെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനെതിരെ പോക്സോ കേസ്. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനെ 1-ാം പ്രതി ചേർത്ത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. ബാലാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ലൈംഗികാധിക്ഷേപ കേസിൽ റിമാൻഡിലിരിക്കെ ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണന നൽകിയെന്ന ആരോപണത്തിൽ ഉന്നതതല അന്വേഷണം തുടങ്ങി. ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG കാക്കനാട് ജയിലിൽ നേരിട്ടെത്തി. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണന നൽകിയെന്ന വിവാദം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെയാണ് അന്വേഷണത്തിന് ജയിൽ വകുപ്പ് തുടക്കം കുറിച്ചത്. ജയിൽ DGPയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ് കുമാർ രാവിലെ 10:30 കാക്കനാട് ജയിലിലെത്തി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. മധ്യമേഖലാ DIG അജയ്കുമാർ ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ ജയിലിൽ നേരിട്ടെത്തിയെന്നും കൂടെ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികളായ 3 പേരുണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം. 3 പേരുമായി ജയിലിനകത്ത് ബോബി ചെമ്മണ്ണൂർ അഴിക്കപ്പുറമല്ലാതെ മുഖാമുഖം സംസാരിക്കാൻ അവസരമൊരുക്കി. ജയിലിൽ നിന്നും ഫോൺ വിളിക്കാൻ 200 രൂപ കയ്യിൽ കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നത്. ഇതിലെല്ലാം വിശദമായ അന്വേഷണം നടത്തും. അതേസമയം ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ അശ്ലീല പരാമർശം നടത്തിയെന്ന കേസിൽ അന്വേഷണം ഉടൻ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 2 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. ഹണി റോസിന്റെ പരാതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപ കമന്റിട്ട 20 പേരിൽ ഒരാളുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ അറസ്റ്റ് വരും ദിവസങ്ങളിലുണ്ടാകും. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിൽ ദുരൂഹതയാരോപിച്ച് പ്രതിപക്ഷം. ബ്രൂവറി പ്ലാന്റ് ആരംഭിക്കാൻ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് സർക്കാർ പ്രാരംഭ അനുമതി നൽകിയത്. ടെൻഡർ ഇല്ലാതെ എങ്ങനെയാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. മദ്യനിർമ്മാണത്തിന്റെ പേരിലുള്ള അഴിമതി പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകിയത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് 2018-ലും സമാന നീക്കമുണ്ടായിരുന്നു. അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറുകയായിരുന്നു. കഞ്ചിക്കോട് ബ്രൂവറിക്ക് അനുമതി നൽകിയത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചെന്ന് മന്ത്രി MP രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം മദ്യനയത്തിന്റെ ഭാഗമെന്നും മന്ത്രി വിശദീകരിച്ചു. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ .24 പാര 24 ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. മധ്യപ്രദേശ്, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ ഇവിടെയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് 10-20 വർഷമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വളരെ വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു. എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച്
ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനവുമാണ്. വയനാട് ദുരന്തബാധിതർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമല്ല. വ്യക്തിപരമായ മുൻഗണന നൽകാൻ സർക്കാരിന് കഴിയില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ടൌൺഷിപ്പിൽ വീടിന് പകരം ഉയർന്ന തുക നഷ്ടപരിഹാരം വേണമെന്ന പ്രദേശവാസിയുടെ ആവശ്യത്തിലാണ് ഹൈക്കോടതിയുടെ മറുപടി. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി ടൌൺഷിപ്പ് നിർമ്മാണത്തിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു. എസ് സുഹാസ് IAS ആണ് സ്പെഷ്യൽ ഓഫീസർ. കിഫ്കോൺ, ഊരാളുങ്കൽ എന്നിവയുമായുള്ള ഏകോപനമടക്കം മുഴുവൻ ചുമതലയും സ്പെഷ്യൽ ഓഫീസർക്ക് കൈമാറി സർക്കാർ ഉത്തരവിറക്കി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പരിപാടിയിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് അരങ്ങേറി. പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു സ്തുതിഗീതം. ധനവകുപ്പിന്റെ പൂവത്തൂർ ചിത്രസേനനാണ് പാട്ടെഴുതിയത്. ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ശേഷം പിന്നീട് ധനവകുപ്പിൽ സ്പെഷ്യൽ മെസഞ്ചറായി നിയമിക്കുകയായിരുന്നു. ചെമ്പടയ്ക്ക് കാവലാം ചെങ്കടൽ കടക്കുറ ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. ലാൽസലാം 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 ലാൽസലാം. വിപ്ലവത്തിൻ പാതയിൽ നീലറകൾ താണ്ടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീരസാരഥി. ചെമ്പടയ്ക്ക് കാവലാം ചെങ്കടൽ കടക്കുറ ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. ബഹിരാകാശ ഡോക്കിംഗിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. 2 ഉപഗ്രഹങ്ങൾ സംയോജിപ്പിക്കുന്ന സ്പേഡെക്സ് ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചെന്ന് ISRO അറിയിച്ചു. സ്വന്തം ബഹിരാകാശ നിലയം എന്ന ഇന്ത്യൻ സ്വപ്നത്തിലേക്ക് സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നേട്ടം. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ഒടുവിൽ വിരാമം. അതിസങ്കീർണമായ സ്പേസ് ഡോക്കിംഗ് എക്സർസൈസ് ദൗത്യത്തിൽ ഇന്ത്യ പുതുചരിത്രം രചിച്ചു. ഇന്ന് പുലർച്ചെയാണ് ബഹിരാകാശത്ത് 2 ചെറു ഉപഗ്രഹങ്ങളെ സംയോജിപ്പിക്കുന്ന ഡോക്കിംഗ് ISRO യാഥാർത്ഥ്യമാക്കിയത്. SDX-1 എന്ന ചേസർ ഉപഗ്രഹത്തെ ടാർഗറ്റായ SDX-2-നടുത്തെത്തിച്ചതോടെ രണ്ടും ചേർന്ന ഒറ്റ ഉപഗ്രഹമായി. ഡിസംബർ 30 നടന്ന വിക്ഷേപണത്തിന് ശേഷം 4ാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാനായത്. 220 കിലോഗ്രാം ഭാരമുള്ള 2 ചെറു ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഘട്ടം ഘട്ടമായി അടുത്തെത്തിച്ചാണ് കൂട്ടിച്ചേർത്തത്. ഒന്നായി പ്രവർത്തിക്കുന്ന ഉപഗ്രഹത്തിൽ പവർ ട്രാൻസ്ഫർ പരിശോധനകൾ അടക്കം നടത്തും. പിന്നീട് ഉപഗ്രഹങ്ങൾ വേർപെടുത്തും. 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി 2 വർഷക്കാലം ബഹിരാകാശത്ത് പ്രവർത്തിക്കും. രാജ്യത്തിന് സ്വന്തമായി സ്പേസ് സ്റ്റേഷൻ എന്ന സ്വപ്നത്തിനും ചന്ദ്രയാനിന്റെ 4ാം ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാനിനും സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ നിർണായകമാണ്. അതുകൊണ്ടുതന്നെ ഈ വിജയത്തിൽ ISROയ്ക്കും ഒപ്പം രാജ്യത്തിനും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രായേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും. യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും പരസ്പരം ധാരണയായതായി മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന ഖത്തറും US-ഉം വ്യക്തമാക്കി. മധ്യേഷ്യയെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയ 15 മാസം നീണ്ടുനിന്ന ഗസായുദ്ധം അവസാനിക്കുന്നു. വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമുള്ള കരാറുകൾ ഇരു രാജ്യങ്ങൾക്കും മുന്നിലുണ്ട്. ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചാൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനി അറിയിച്ചു. ഗസയിലെ യുദ്ധം അവസാനിച്ചാൽ ഫലസ്തീൻ പൗരന്മാർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ബന്ദികളെ അവരുടെ കുടുംബവുമായി വീണ്ടും ഒന്നിപ്പിക്കുകയും ചെയ്യുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. കരാറിന്റെ വിശദാംശങ്ങൾ അന്തിമ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. എങ്കിലും വെടിനിർത്തലിന് മുൻകൈയെടുത്ത ജോ ബൈഡനോട് നന്ദി അറിയിച്ചു. ഫലസ്തീന്റെ പ്രതിരോധശേഷിയാണ് കാര്യങ്ങൾ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചതെന്ന് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനായി നടപടികൾ പുരോഗമിക്കുന്നു എന്ന വാർത്ത വന്നതോടെ ഗസയിലെ ജനക്കൂട്ടം ആർപ്പുവിളികൾ ആരംഭിച്ചു. പ്രദേശവാസികൾ പരസ്പരം ആലിംഗനം ചെയ്യുന്ന കാഴ്ചകളും കാണാമായിരുന്നു.
6 ആഴ്ച നീണ്ടുനിൽക്കുന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നതിനു മുമ്പ് ഇരുപക്ഷവും ശാന്തത പാലിക്കണമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ജയിലുകളിലുള്ള സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെട്ട 33 ബന്ദികളെ ഫലസ്തീന് കൈമാറും. ഗസയിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും. കുടിയിറക്കപ്പെട്ട ഫലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കും. ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കൽ, പൂർണ്ണമായ ഇസ്രായേലി സൈനിക പിന്മാറ്റം എന്നിവ ലക്ഷ്യമിട്ടുള്ള രണ്ടാം ഘട്ടത്തിലെ ചർച്ചകൾ 16-ാം ദിവസം ആരംഭിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടും. ഇത് വർഷങ്ങളെടുത്തേക്കാം. 2-3 ഘട്ടങ്ങൾ ചർച്ച ചെയ്യാൻ വ്യക്തമായ ഒരു സംവിധാനമുണ്ടെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേലും ഹമാസും തങ്ങളുടെ പങ്ക് നിറവേറ്റുമെന്ന് ഉറപ്പാക്കാൻ കരാറിൽ മധ്യസ്ഥത വഹിച്ച ഖത്തർ, US, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, News 18. പെരിയ കേസിലെ കോടതി വിധിയേൽപ്പിച്ച ആഘാതത്തിൽ CPM. DCC ട്രഷററുടെ ആത്മഹത്യയിൽ അറസ്റ്റ് ഭീഷണിയിലുള്ള കോൺഗ്രസ് MLA IC ബാലകൃഷ്ണൻ, PV അൻവറിന്റെ രാജി, പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തെ സംഭവബഹുലമാക്കാൻ വിഷയങ്ങൾ നിരവധിയുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ നയപ്രഖ്യാപനം വെച്ച് വിലപേശാതെ പ്രസംഗത്തിൽ ഒപ്പിടാൻ പുതിയ ഗവർണർ തയ്യാറായത് സർക്കാരിന് ആശ്വാസമായി. പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയുള്ള വിലപേശൽ നാടകങ്ങൾക്കൊടുവിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ. സർക്കാരിനോടുള്ള കടുത്ത എതിർപ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയത് 1 മിനിറ്റും 17 സെക്കൻഡും മാത്രം നീണ്ട സഭാചരിത്രത്തിലെ ഏറ്റവും ചെറിയ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയാണ്. എന്നാൽ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ അവഗണനയ്ക്കെതിരെ അടക്കം കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങളുണ്ടെന്ന് കരുതുന്ന നയപ്രഖ്യാപന പ്രസംഗം പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് അതേപടി വായിക്കാൻ ഗവർണർ തയ്യാറാകുമോ എന്നത് മാത്രമാണ് ഇനിയുള്ള ആകാംക്ഷ. സർക്കാരുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്ന ഗവർണറുടെ നിലപാടും ഊഷ്മള സ്വീകരണം നൽകിയ സർക്കാർ സമീപനവും രാജ്ഭവനും സെക്രട്ടേറിയറ്റും തമ്മിലുള്ള നല്ല ബന്ധത്തിന് തുടക്കമായി വിലയിരുത്തപ്പെടുന്നു. എന്നാൽ സർക്കാരിനെ അത്ര ആശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല സംസ്ഥാനത്തുള്ളത്. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ CPM ബന്ധം, പ്രതികൾക്കു വേണ്ടിയുള്ള CPM ഇടപെടലും നിയമസഹായത്തിനുള്ള പണപ്പിരിവും, ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, മാസപ്പടിയിലെ SFIO അന്വേഷണം, ADGP അജിത് കുമാറിനോടുള്ള തീരാത്ത വാത്സല്യം, ഇങ്ങനെ നീളുന്നു സർക്കാർ മറുപടി പറയേണ്ടി വരുന്ന വിഷയങ്ങളുടെ പട്ടിക. അത് എങ്ങനെ പ്രതിരോധിക്കുമെന്നത് സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാകും. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ PP ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം DCC ട്രഷറുടെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAക്ക് നൽകുന്ന പിന്തുണയെ ഭരണപക്ഷം ചോദ്യം ചെയ്യും. അത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കും. രാജിവെച്ച PV അൻവറിനോടുള്ള ഇരുപക്ഷങ്ങളുടെ സമീപനങ്ങളും ശ്രദ്ധേയമാകും. പാലക്കാട്ടെയും വയനാട്ടിലെയും വിജയത്തിളക്കത്തിലാണ് പ്രതിപക്ഷം. ചേലക്കര നിലനിർത്താനായതിൻ്റെ ആത്മവിശ്വാസം ഭരണപക്ഷത്തിനുമുണ്ട്. ഇതും സഭയിലെ ചർച്ചകളിൽ പ്രതിഫലിക്കും. ഫെബ്രുവരി 7-നാണ് ബജറ്റ് അവതരണം. ധനവിനിയോഗ ബിൽ പാസാക്കി മാർച്ച് 28-ന് സഭ പിരിയും. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ വിവാഹ ആഘോഷം അതിരുവിട്ടതിനെ തുടർന്ന് പിഞ്ചു കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായി. പടക്കം പൊട്ടിച്ചതിന്റെ ഉഗ്രശബ്ദത്തെ തുടർന്ന് അപസ്മാരം ഉൾപ്പെടെ ഉണ്ടായതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. തൃപ്പങ്ങോട്ടൂർ സ്വദേശികളായ അഷ്റഫ്, റഹാന ദമ്പതികളുടേതാണ് 22 ദിവസം പ്രായമുള്ള കുട്ടി. കുടുംബം കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റ് തുടരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന യുവജന സംഗമം ഡോക്ടർ ദിവ്യ S. അയ്യർ ഉദ്ഘാടനം ചെയ്തു. പുതിയ ചിന്തകളിലൂടെ രാഷ്ട്രം എന്ന വിഷയത്തിലായിരുന്നു യുവജന സംഗമം സംഘടിപ്പിച്ചത്. ഓരോ വികാരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു കടമയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമുക്കതെല്ലാം വരുന്നത്. പക്ഷേ അതിനെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തി നന്മയിലേക്ക് ദിശ തിരിച്ചു വിടേണ്ടത്, അതിലൂടെ കടന്നുപോയി എങ്ങനെയാണ് മനുഷ്യൻ കൂടുതൽ ആർജവത്തോടുകൂടി നന്മ പകരുവാനായി ശ്രമിക്കേണ്ടത്, പ്രയത്നിക്കേണ്ടത് എന്നുള്ളത്
ഒരു തുടർക്കഥയായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനുള്ള സാധനാശക്തി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുവാൻ, നിരന്തരം നന്മയെ തേടി പ്രകാശത്തെ തേടി യാത്ര ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പരസ്പരം ഊർജം പകരുവാൻ ഈ സത്സംഗം എന്നും നീൾനാൾ വാഴട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി നമസ്കാരം, സ്നേഹം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7340 രൂപ, പവൻ 58,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6090 രൂപ, പവന് 48,720 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഞാനുണ്ടിവിടെ ചോദിക്കാൻ കാണാം.